ശ്രീ കെവിൻ പീറ്റർ, ഇസ്രായേൽ എന്ന രാജ്യം അത് അവരുടെ പൗരന്മാർക്ക് എത്രത്തോളം വ്യക്തിഗതമായി തന്നെ ഒരു പരിരക്ഷ കൊടുക്കുന്നു എന്ന് അറിയാത്തവരല്ല നമ്മൾ എല്ലാവരും. ഇപ്പോൾ ബലദേവ് സച്ചിദാനന്ദൻ പറഞ്ഞതനുസരിച്ച് ഇന്ത്യ ഇവിടെ വന്ന് മാപ്പ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ മതേതരത്വമാണ് അവിടെ ഉദ്ഘോഷിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് ഇടത് നിരീക്ഷകൻ നമ്മുടെ മുന്നിൽ വെച്ച വസ്തുത. പക്ഷേ പൗരന്മാർക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം, അവിടുത്തെ പൗരന്മാർ എവിടേക്ക് പോയാലും മൊസാദിൻ്റെ ഒരു കണ്ണ് അവരുടെ മേൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് ഒരു സുരക്ഷിതമായി അവരുടെ പൗരന്മാർക്ക് എവിടെയെങ്കിലും പോകാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടെങ്കിൽ വളരെ കൃത്യമായി അറിയിക്കുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്, മൊസാദിനുണ്ട്. ഇസ്രായേലി പൗരന്മാർ അത്തരത്തിൽ വലിയ സുരക്ഷ പുറത്തു പോയാലും അനുഭവിക്കുന്നവരാണ്. ഇവിടെ നോക്കൂ, ഈ ഒരു ചെറിയ പ്രശ്നം എന്ന് ഇതിനെ ലഘൂകരിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതിൽ വലിയ മാനങ്ങളുണ്ട്. കാരണം ഇവിടെ എംബസി അടക്കം ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതങ്ങനെ തീരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്കിതില് രണ്ടുപേരോടും, ബലദേവ് സച്ചിദാനന്ദൻ സാറിനോടും നമ്മുടെ വാണിമേൽ സാറിനോട് രണ്ടുപേരോടും മറുപടി പറയാനുണ്ട്. ആദ്യമായിട്ട് ബലദേവ് സാറിനോട് പറയാനുള്ളത്, സാർ പറഞ്ഞല്ലോ ഇന്നാണ് ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന്. ഇപ്പൊ ഷോൺ ജോർജ് പറഞ്ഞു അവിടുത്തെ പോലീസ് സംവിധാനത്തിനെ അറിയിച്ചിരുന്നു, അപ്പൊ അവരത് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞിരുന്നു. ഞങ്ങളുടെ സംഘടനയോട് വരെ സ്പെഷ്യൽ ബ്രാഞ്ച് നിങ്ങളുടെ പ്രവർത്തകർ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാം അത് പരന്നു. എന്നിട്ടും നിങ്ങളത് കണ്ടില്ല എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. അപ്പോ അതൊന്നുമല്ല, മുഖ്യമന്ത്രി മാത്രമല്ല, ടൂറിസം മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ആ സംഭവം നടന്നിട്ട് 48 മണിക്കൂർ ആകുമ്പോഴും ഒരു പ്രതികരണം നടത്തിയോ? നിങ്ങൾ പറയുന്നു അവർ വിദേശങ്ങളിൽ ചെന്ന് ട്രാവൽ ബ്ലോഗുകളിലൊക്കെ എഴുതും ഇവിടുത്തെ ആളുകളുടെ മതേതരത്തെ കുറിച്ച്. അല്ല സാർ, നിങ്ങൾ ഇപ്പോഴും 80കളിലാണോ താമസിക്കുന്നത്? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അതിൽ ക്ഷമാപണം നടത്തേണ്ടത്. നിങ്ങളുടെ ടൂറിസം മിനിസ്റ്റർ മിസ്റ്റർ റിയാസ് ഒരു ട്വിറ്ററിലെങ്കിലും ഒരു ക്ഷമാപണം ഇസ്രായേൽ എംബസിയെ അല്ലെങ്കിൽ ആ പൗരന്മാരെ അവിടുത്തെ ആ രാജ്യത്തെ കോട്ട് ചെയ്തിട്ട് നടത്തിയോ? ഇല്ലല്ലോ. ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങളുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്നവരായതുകൊണ്ടാണ് അവിടെ പ്രതികരിച്ചത്. അതിഥി ദേവോ ഭവ എന്നുള്ള ഭാരതത്തിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന പൗരന്മാരായതുകൊണ്ടാണ് ആ ഇസ്രായേലികൾക്ക് വേണ്ടി അവിടെ പ്രതികരിച്ചത്. അതല്ലല്ലോ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി. നിങ്ങളുടെ ഇന്റലിജൻസിന്റെ പാളിച്ചയാണ് ഇത്തരത്തിലുള്ള ആളുകൾ, ഇസ്രായേലികൾ പോലുള്ള ആളുകൾ, ഇത്ര തീവ്ര മതചിന്താഗതിയുള്ള ആളുകൾ ഇവിടെ ഇസ്രായേലികൾ പോലുള്ള ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് താമസിക്കുന്നു, കച്ചവടം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഇത്രയും കാലം അറിഞ്ഞില്ല എന്നത് പറയുന്നത് തന്നെ നിങ്ങളുടെ ഗവൺമെന്റിന്റെ പാളിച്ചയാണ്. ആ യുവാവിന്റെ സ്ഥാനത്ത് ഒരു കത്തി ആക്രമണമാണ് ഉണ്ടായിരുന്നെങ്കിലോ എന്തുമാത്രം നാണക്കേട് ഉണ്ടാകുമായിരുന്നു, അല്ലേ? അതുപോലെ താങ്കൾ മറ്റൊരു കാര്യം പറഞ്ഞു, തോപ്പുംപടിയ സംഭവത്തെയും കുമ്മളി സംഭവത്തെയും താങ്കൾ കമ്പയർ ചെയ്ത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇവർ വലിയ സംഭവമായി ഉണ്ടായി, ആൾക്കൂട്ടം ഉണ്ടായി, ബഹളമുണ്ടായി. അപ്പൊ നിങ്ങൾ ആൾക്കൂട്ടവും ബഹളവും പോലീസ് സ്റ്റേഷന്റെ വാദിക്കൽ ഇസ്ലാമിക സംഘടന ഉണ്ടാക്കിയാൽ നിങ്ങൾ ഉടനെ കേസെടുക്കും. അപ്പൊ നിങ്ങളുടെ മുന്നിൽ നിയമമോ നീതിയോ ഒന്നുമല്ല പ്രശ്നം, ആൾക്കൂട്ടം, ബഹളം, വോട്ട് ബാങ്ക്, അതാണ് നിങ്ങളുടെ മുന്നിലെ പ്രശ്നം, അല്ലേ? വെരി ബാഡ് സാർ. വളരെ മോശമായ ആ ഒരു ചിന്താഗതിയാണത്. അത് നിങ്ങൾ മാറ്റണം. നീതി എല്ലാവർക്കും ലഭിക്കണം. അല്ല, ആൾക്കൂട്ടം ഉണ്ടായി, പോലീസ് സ്റ്റേഷനിലെ വാദിക്കെ പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ളവർ വന്ന് കുത്തിയിരുന്നു, ബഹളമുണ്ടാക്കി, തക്ബീർ വിളിച്ചു. ഇതൊന്നുമല്ല പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിന്റെ മാനദണ്ഡം, നീതിയുടെ മാനദണ്ഡം. ആളുകളുടെ ഒച്ചയും ബഹളമല്ല. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ടൂറിസം മിനിസ്റ്റർ പ്രതികരിക്കേണ്ടതായിരുന്നു, മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടതായിരുന്നു, എംബസിയിൽ വിളിച്ച് ക്ഷമാപണം നടത്തേണ്ടതായിരുന്നു. ഇസ്രായേലുകാരനായിക്കോട്ടെ, അമേരിക്കക്കാരനായിക്കോട്ടെ, അവർ രാജ്യത്തിന്റെ അതിഥിയാണ്, അല്ലെ? പിന്നെ അടുത്തത് നമ്മുടെ വാണിമേൽ സാറ് പറഞ്ഞു, ഇത് എങ്ങനെയാണ് സാറേ, നിങ്ങൾക്ക് മതമില്ല. സാർ ഇപ്പൊ എന്തുകൊണ്ടാണ് എതിർത്തത്? സാറിന്റെ ഉള്ളിലെ മതമാണ് സാർ ഇപ്പോൾ ആ വിഷയത്തിൽ കാണിച്ചത്. സാർ പരോക്ഷമായിട്ട് അവിടുത്തെ ആ കാശ്മീരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ് സാറിന്റെ വാക്കുകളിലുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അമിതമായ ജൂതവിരോധം, അതാണ് നിങ്ങളുടെ പ്രശ്നം. യഹൂദനെയും ക്രിസ്ത്യാനിയെയും കണ്ടിടത്ത് വെച്ച് കൊന്നുകളയണം, അവൻ വരുമ്പോൾ വഴിമാറി നടക്കണം, അവനുമായിട്ട് കൂട്ടുകൂടരുത് എന്ന് കാലഹരണപ്പെട്ട ആ നിങ്ങളുടെ ആ പ്രമാണങ്ങളിലുള്ള സാധനങ്ങൾ ഇവിടെ ഇന്നും ഈ 2024 നിങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് സംഭവിക്കുന്നത്.
അല്ലാതെ നിങ്ങളുടെ മുസ്ലിങ്ങളോടുള്ള സ്നേഹം മാത്രമാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിൽ പൊട്ടിത്തെറിച്ച് എത്രണ്ണമാണ് ചത്തത്? നിങ്ങൾ എന്താണ് അതിൽ പ്രതികരിക്കാതിരുന്നത്? അതിലെന്തുകൊണ്ടാണ് നിങ്ങൾ ദുഃഖാചരണം നടത്താതിരുന്നത്? അപ്പോൾ അതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സിറിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ മുസ്ലിം സഹോദരങ്ങൾ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രതിഷേധ അവരെ കൊന്നവർക്കെതിരെ പ്രതിഷേധ പഠനങ്ങളോ അവർക്ക് വേണ്ടി അവരെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള റാലികളോ ഒക്കെ നിങ്ങൾ നടത്തണമല്ലോ, പ്രാർത്ഥനകൾ നടത്തണമല്ലോ. അതെന്താ ചെയ്യാത്തത്? ബലൂചിസ്ഥാനിലെ മുസ്ലിങ്ങളല്ലായിരുന്നു? അപ്പോൾ അതല്ല വിഷയം. അതൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ല. പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഇറാഖിലോ എവിടെ മരിച്ചാലും മുസ്ലിങ്ങൾ മരിച്ചാലും നിങ്ങൾക്ക് അതിലൊരു വേദനയില്ല. പക്ഷേ ഈ ഗാസയിലും വരുമ്പോഴും അല്ലെ പാലസ്തീനുമായിട്ടൊരു വിഷയം വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ അതെന്തുകൊണ്ടാണോ വെച്ചാൽ നിങ്ങളുടെ പ്രമാണങ്ങളിലുള്ള ജൂത വിരോധമാണ് പ്രശ്നം. അത് കാലാനുസൃതമായി നിങ്ങളുടെ ഖുറാനിൽ നിന്ന് മാറ്റിയില്ലെങ്കിലും മദ്രസകളിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ മതപണ്ഡിതരെ അതിനെക്കുറിച്ച് പറയണം. നിങ്ങൾ ഇത് പറഞ്ഞല്ലോ, മയ്യത്ത് നിസ്കാരത്തിന്റെ കാര്യം പഴയതൊക്കെ പോട്ടെ, ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കാര്യമൊക്കെ പോട്ടെ, ഇസ്രായേലിലെയോ അല്ലെങ്കിൽ പാലസ്തീനിലെയോ ഗാസയിലെയോ ഒക്കെ കാര്യം പോട്ടെ, നിങ്ങൾ അജ്മൽ കസൂബിന് വേണ്ടി ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തിയല്ലോ. എറണാകുളത്ത് കേസ് ഉണ്ടല്ലോ, ഇല്ലേ? നിങ്ങളുടെ ഏതെങ്കിലും മതപണ്ഡിതർ പറഞ്ഞോ അത് പാടില്ല? അജ്മൽ കസൂബ് കൊലയാളിയാണ്, നിരപരാധികളെ കൊന്നവനാണെന്ന് തെളിവിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? എല്ലാവരും കണ്ടതല്ലേ. ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ട് നിങ്ങൾ അതിനെ തടഞ്ഞോ? നിങ്ങളാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ അല്ല, അല്ലെ മറ്റു എക്സ് മുസ്ലിംസോ അല്ലെങ്കിൽ അവരാരും അല്ല, നിരീശ്വരവാദികളോ അല്ല. ഇത്തരം തീവ്രവാദ സ്വഭാവങ്ങളെ തടയേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തടയാതെ വരുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് അതിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത്, അല്ലെ? അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ പരോക്ഷമായി ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഒക്ടോബർ 7-ാം തീയതി അവിടെ 1200ഓളം പേർ കൊല്ലപ്പെട്ടല്ലോ സാർ. അവർ നിരപരാധികളല്ലേ? അവരും മനുഷ്യരല്ലേ സാർ? എത്രയോ സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി, എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. അല്ല, ഇതെല്ലാം പോട്ടെ സാർ. സാർ നിങ്ങൾ ഇസ്ലാമിക ഭീകരവാദം ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. എവിടെയും പോകണ്ട സാർ. ഒരു ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ തൊട്ടടുത്ത ശ്രീലങ്കയിൽ നിരപരാധികളല്ലേ സാർ? ആ കുഞ്ഞു മക്കളടക്കം 200ഓളം പേർ പൊട്ടിച്ചെതറിയത്, അല്ലെ? അവരാരോട് എന്ത് തെറ്റ് ചെയ്തു സാർ, അല്ലെ? അപ്പൊ ഭീകരവാദം ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭീകരവാദം ഉണ്ട്, നമ്മൾക്കിടയിലും ഉണ്ട്. അതിനെ ആദ്യം തള്ളിപ്പറയേണ്ടത് നിങ്ങളാണ്. അല്ലാതെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെ സർക്കാർ നിരോധിച്ചു കഴിയുമ്പോൾ നേതാക്കളെ കൊണ്ട് അവരെ ക്ഷണിച്ച് സ്വന്തം പാർട്ടിയിലേക്കും സ്വന്തം പാർട്ടിയുടെ യുവജന സംഘടനയിലേക്കും മെമ്പർഷിപ്പ് കൊടുത്ത് കയറ്റുകയല്ല വേണ്ടത്. പാർട്ടി മാറി എന്ന് പറഞ്ഞാലും അവരുടെ ഒന്നും ചിന്താഗതി മാറുന്നില്ല, അവരുടെ തലച്ചോറിനുള്ളിൽ അടിച്ചു കയറ്റിയിരിക്കുന്നത് മാറുന്നില്ല. അപ്പൊ അതിനെ തടയേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ലാതെ ഇതുപോലെ ജനങ്ങളെല്ലാം കാണുന്ന ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ട് അതിനെ പരോക്ഷമായി ന്യായീകരിക്കല്ല വേണ്ടത്. ഇവിടെ തീവ്രവാദമുണ്ട്, തീവ്ര ചിന്താഗതിയുണ്ട്, അമിത മതവിരോധമുണ്ട്. അതിൻ്റെതാണ് കുമളിയിൽ കണ്ടത്. അതിനെ നിങ്ങൾ ന്യായീകരിച്ചു മെഴുകാതെ അതിനെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാവണം. യെസ്.